നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനം ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. എന്തായിരിക്കും കംപ്ലൈൻറ്റ്? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പിന്നെയും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണയും കൂടി ഞാൻ ഈ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംശയം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു കുറ്റമായിട്ട് പറയുന്നില്ല, പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു സംശയം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു വ്യക്തത നമ്മൾ എപ്പോഴും തരണം. അതായത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്ന സമയത്താണെങ്കിൽ പോലും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എന്ത് കംപ്ലൈൻ്റ് ആണ് കിട്ടുന്നത്. അത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്, എൻ്റെ വാഹനത്തിന് മിസ്സിംഗ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഈ പറയുന്ന കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതായത് ഇന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടോ, ഈ കംപ്ലൈൻറ്റ് എപ്പോഴൊക്കെയാണ് കാണിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും എനിക്കൊരു ഉത്തരം തരാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ ഒരു കോമൺ കംപ്ലൈൻറ്റ് ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവർക്കും എളുപ്പം ഉണ്ടായിരിക്കും. ഇപ്പം ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നതാണ്. സബ്സ്ക്രൈബറുടെ പേര് അഭിരാമി രാജേഷ് എന്നാണ് പേര്. ചോദ്യം ഇങ്ങനെയാണ്: വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്നുണ്ട്, എന്തായിരിക്കും കംപ്ലൈൻറ്റ്? അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് കേട്ടപ്പോൾ പലർക്കും മനസ്സിലായി കാണും, ഇത് ഏതാ വാഹനം, ഒരു ഐഡിയ ഇല്ല, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഒരു ഐഡിയയും ഇല്ല. പിന്നെ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലച്ച് പ്ലേ കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം കംപ്ലൈൻറ്റ് കാണിക്കാം. സപ്പോസ് ഞാൻ ജസ്റ്റ് പറയുകയാണ്, ചിലപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ്, അതായത് ഐഡ്ലിങ്ങിൽ നിന്നും ഫസ്റ്റ് ഗിയറിലോട്ട് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നം കാണിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വാഹനം ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഐഡ്ലിങ്ങിൽ കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് ഓഫായി പോകുന്നതെങ്കിൽ എയർ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ബേണിങ് നടക്കുന്നില്ലെന്നുണ്ടെങ്കിലും വാഹനം ഓഫായി പോകും. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓഫ് ആകണമെന്നില്ല. കാരണം അന്നേരം RPM കൂടുന്നുണ്ട്, സ്പാർക്കിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ സ്പാർക്ക് കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഈ വാഹനം ഓഫ് ആകാതിരിക്കുന്നതും, ഐഡ്ലിങ് നിൽക്കുന്ന സമയത്ത് RPM കുറയുന്നതിനനുസരിച്ച് സ്പാർക്കിൻ്റെ എമൗണ്ട് കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ വന്നാലും കൃത്യമായിട്ടുള്ള സ്പാർക്ക് കിട്ടാതെ ഫ്യൂവൽ ഇഗ്നൈറ്റ് ആകാതെ വന്നു കഴിഞ്ഞാലും വാഹനം ഓഫായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊരു വിഷയമാണ്. ഇനി എന്തെങ്കിലും രീതിക്ക് ഈ വാഹനത്തിന് മിസ്സിങ്ങോ വല്ലതും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡിന് താഴെ നിൽക്കുമ്പോൾ 5th ഗിയർ ഇട്ട് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡ് 5th ഗിയറിലോട്ട്, 5ാമത്തെ ഗിയർ, ഏറ്റവും ടോപ്പ് ഗിയർ നിങ്ങളുടെ വാഹനത്തിൽ ഏതാണോ ആ ടോപ്പ് ഗിയറിലോട്ട് ഇടുക. പതുക്കെ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനം വിറയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് കുത്തി പോകുന്നുണ്ടെങ്കിൽ, അത് കുത്തുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ അനങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഏതോ സ്പാർക്ക് പ്ലഗോ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടറോ ഇതിനേതിനോ ഇഗ്നൈറ്ററോ ഇതിനേതെങ്കിലും ഒരെണ്ണത്തിന് കംപ്ലൈൻ്റ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ഫയറിങ് നടക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഈ പറയുന്ന പോലെ വാഹനം ഓഫായി പോകും. ഐഡ്ലിങ്ങിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അതിൽ എവിടെയെങ്കിലും നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വാഹനം ഐഡ്ലിങ്ങിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ വാഹനം ഓഫായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെയാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് കോമൺ കംപ്ലയിൻറ്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇതല്ല വേറെ ഏതെങ്കിലും രീതിക്കാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചൊരു കമൻറ്റ് ഇട്ടേക്കുക. ഉറപ്പായിട്ടും ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും.